الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد أصلي وأسلم أفضل التسليم بلغ الرسالة وأدى الأمانة ونصح الأمة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم. അഭിമന്യരായ അധ്യക്ഷൻ മൂസ നദ്വി അവറുകളെ, ഇസ്ലാഹി കേരളത്തിൻ്റെ നെടുന്തൂണായി തുടക്കം മുതൽ ഇന്ന് വരെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനായ എ പി അബ്ദുൽ ഖാദർ മൗലവി സാഹിബ് അവറുകളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, കുടുംബത്തിൻ്റെ ഇസ്ലാമികമായ ആദർശത്തിലൂടെ ഒരു കുടുംബത്തെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് 3/4 മണിക്കൂർ സമയമാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആദർശമുള്ള ആളുകൾക്ക് മാത്രമാണ് സ്വർഗം ഒരുക്കിയിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആദർശം തൗഹീദാണ്. തൗഹീദ് നഷ്ടപ്പെട്ട, തൗഹീദിൽ ഏതെങ്കിലും നിലക്ക് അതിന് കുറവ് വരുത്തുന്ന, അതിനെ ലഘൂകരിക്കുന്ന, അതിനെ മയപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും ഒരാദർശമുള്ള ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ കുടുംബത്തിൽ ആദർശമുണ്ടാക്കാൻ ശ്രമിക്കണം. നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ മറ്റ് കുറ്റങ്ങളും പോരായ്മകളുമൊക്കെ ഉണ്ടായാൽ പോലും ആ കുറ്റങ്ങളും പോരായ്മകളെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു തരാം. ആദർശബോധമില്ലാത്ത മനുഷ്യൻ അവൻ്റെ പരലോകത്തുള്ള വിചാരണ നിലയത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഉത്തരം കൊടുക്കുന്ന ചില പ്രാർത്ഥനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും ഭൂമുഖത്ത് വെച്ച് തന്നെ ആ അവസരം ഉപയോഗിച്ചു. ഇബ്രാഹിം നബി തൻ്റെ പിതാവിന് വേണ്ടിയും നൂഹ് നബി തൻ്റെ മകനു വേണ്ടിയുമൊക്കെ ആ സന്ദർഭങ്ങൾ ഉപയോഗിച്ചു പോയി. ഞാനാകട്ടെ, ഞാനത് എൻ്റെ സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് വഹിയ നായില, അത് കിട്ടുന്നതാണ്. ആദർശബോധത്തോടു കൂടി ജീവിച്ചവർക്ക് അത് കിട്ടും. അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ പ്രവാചകൻ്റെ ശുപാർശ ലഭ്യമാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യവാൻ തൗഹീദ് എന്ന് പറയുന്ന മാണിക്യക്കല്ല് പോലെയുള്ള ആദർശം കയ്യിൽ വെച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ നാം ആദർശബോധത്തോടു കൂടി വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് ഏൽപ്പിച്ചൊരു ബാധ്യതയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ആദർശബോധമുള്ള ഈമാനുള്ള മുവഹിദുകളെ, മുഖ്ബിത്തുകളെ, മുഹ്സിനുകളെ, ഹിസ്ബുല്ല എന്ന് പറയാവുന്ന ആളുകളെ, ഔലിയാഉല്ല എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളുകളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖു അൻഫുസക്കും വാഹ്ലീക്കും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ രക്ഷിക്കണം. നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അക്കൂട്ടത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ബാധ്യതയോ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നമ്മുടെ കുടുംബാംഗങ്ങളെയും കൂടി നരകത്തിൽ രക്ഷപ്പെടുത്തണം. ആ കുടുംബത്തെ
ആദർശബോധത്തോടുകൂടി വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ നിലക്ക് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ ആദർശത്തിന് വേണ്ടി നമ്മുടെ മക്കളെ നാം സജ്ജമാക്കുക. അത് ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഒരുപാട് അധ്വാനിക്കുക. ആദർശം കൈമോശം വന്നുപോയൊരു സമൂഹം എന്ന് പറഞ്ഞാൽ അവർ നേരം വെളുക്കുമ്പോൾ സത്യവിശ്വാസിയായിരിക്കും, വൈകുന്നേരമാകുമ്പോഴേക്കും ഈമാൻ തകർത്തെറിയും. ചിലർ വൈകുന്നേരത്തിൽ തൗഹീദുള്ളവരായിരിക്കും, നേരം വെളുക്കുമ്പോൾ തൗഹീദ് നഷ്ടപ്പെട്ടവരായിരിക്കും. നമ്മളിന്ന് നിത്യം കാണുന്ന കാഴ്ചയാണ്. നിത്യവും ഈ ആദർശ ശോഷണം നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? വളരെ കാലം തൗഹീദിന് വേണ്ടി ഓടി നടന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് അധ്വാനിച്ച ആളുകൾ വൈകുന്നേരമാകുമ്പോൾ അതാ കാഫറാവുകയാണ്. എന്താണ് കാരണം? യബിഉ ദീനഹു ബിഅർളി മിന ദുനിയ, ക്ഷണികമായ ഭൗതികമായ സൗകര്യത്തെ നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ ആദർശത്തെ വിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. അപ്പം നമ്മളുടെ മക്കൾ ആദർശബോധമുള്ളവരായി ജീവിച്ചാൽ മാത്രം പോരാ, അത് ആ അവസാനത്തെ നിമിഷം വരെ ഹുസ്നുൽ ഖാത്തിമത്ത്, അവസാനം വരെ നല്ല ഒരു പര്യവസാനം കിട്ടത്തക്ക വിധം ആദർശബോധത്തോടുകൂടി മക്കളെ വളർത്തണം. ഒരിക്കൽ റോമാ സാമ്രാജ്യത്തിന് ജിഹാദിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഒരു ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ, രീഹ പട്ടണത്തിൽ വെച്ചുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഏതെങ്കിലും സംഭവം ഓർത്തെടുക്കാനുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരിക്കൽ ക്ലാസ് എടുത്ത് ഒരുപാട് ജിഹാദിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഒരു വനിത എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ഷഹീദായിട്ടുണ്ട്. എനിക്ക് ഷഹീദാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇസ്ലാം അനുവദിക്കാത്തത് കൊണ്ട് അള്ളാഹു എൻ്റെ ഭർത്താവിനെ ഭൂതലത്തിൽ നിന്ന് ഷഹീദാക്കുമ്പോൾ ഒരു മകന് നൽകിയിട്ടുണ്ട്. അവൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ആ മകനെ ഞാൻ നിങ്ങൾക്ക് ഇസ്ലാമിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി പടപൊരുതാൻ ഞാൻ എൻ്റെ മകന് നൽകുകയാണ്. അള്ളാഹു എനിക്ക് നൽകിയ ആ കരളിൻ്റെ കഷ്ണത്തെ നിങ്ങൾ ഏറ്റെടുക്കണം. അരുതെന്ന് പറയരുത്, കഴിയില്ല എന്ന് പറയരുത്. അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് അവൻ പോകട്ടെ. അവർ രണ്ടുപേരും പോയതിൻ്റെ പേരിൽ ആ തൗഹീദിന് വേണ്ടി, അവർ ആദർശത്തിന് വേണ്ടി അവർ ബലിയാടാകുമ്പോൾ അതിന് അയച്ചു കൊടുത്തൊരു ഉമ്മ എന്ന നിലക്ക് എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ എന്നെ തടയരുത്. അപ്പോൾ അബൂ ഖുദാമത്ത് ഷാമി, അദ്ദേഹമാണ് ആ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞു, കുട്ടികൾക്ക് 15 വയസ്സായ കുട്ടിയാണ് നിങ്ങളുടേത്. അവൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നവനാണ്, ആദർശബോധമുള്ളവനാണ്, കുതിരസവാരി അറിയാം, അമ്പെയ്ത്തറിയാം. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അവന് 15 വയസ്സായിട്ടുള്ളൂ, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അദ്ദേഹം ആ നാട്ടിൽ നിന്ന് യാത്ര പറയാൻ വേണ്ടി പോകുമ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് ഉപ്പയില്ലേ? കുട്ടി പറഞ്ഞു, ഉണ്ടായിരുന്നു, അവർ ഷഹീദായി എന്ന്. എങ്കിൽ ഉമ്മയില്ലേ? ഉമ്മയുണ്ട്. ആ ഉമ്മയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. എനിക്ക് അവസാന ചുംബനം എൻ്റെ നെറുകയിൽ നൽകിക്കൊണ്ട്, പടച്ചവനെ, എൻ്റെ കരളിൻ്റെ കഷ്ണത്തെ ഇലാഹേ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങയിലേക്ക് അയച്ചത് എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഖുദാമത്തു ഷാമിയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കടങ്ങൾ അടർന്നു വീണു. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്. എന്ന് പറഞ്ഞാൽ ഒരാദർശ ബോധത്തോടുകൂടിയ വളർത്തൽ, ധാർമ്മികമായ ബോധത്തോടു കൂടിയുള്ളൊരു വളർത്തൽ മക്കൾക്ക് നൽകിയില്ലെങ്കിൽ മക്കൾ വൈകുന്നേരം വരെ വളരെ മനോഹരമായ രൂപത്തിൽ തൗഹീദിന് വേണ്ടി അധ്വാനിക്കും. നിങ്ങൾക്കറിയാം, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ
ശക്തമായ യുദ്ധരണാങ്കണത്തിൽ പ്രവാചകന്റെ കൂടെ നടന്നിരുന്ന മിദ്അം കിർക്കിറ എന്ന് പറയുന്ന അദ്ദേഹം ഒരു അമ്പ് ലക്ഷ്യം തെറ്റി വന്ന് അദ്ദേഹത്തിന് തറക്കുകയും അദ്ദേഹം ഷഹീദാകാൻ വേണ്ടി പെടയുന്ന സന്ദർഭത്തിൽ കൂടെയുണ്ടായിരുന്ന ആളുകൾ തൂബ തൂബ എന്ന് പറഞ്ഞുകൊണ്ട് മംഗളം മോതുന്ന സന്ദർഭത്തിൽ നിർവികാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്. റസൂലുള്ള ഒന്നും പറയുന്നില്ല. തന്റെ കൂടെ ഇതുവരെ നടന്ന വ്യക്തിയാണ്. ഒരുപാട് യുദ്ധരണാങ്കണത്തിൽ പ്രവാചകനെ കഴിഞ്ഞാൽ തൊട്ട് പിന്നിൽ കാണാവുന്ന ഒരു വ്യക്തിയാണ് കിർക്കിറ. മിദ്അം എന്ന് പേരുള്ള അദ്ദേഹം ഒരു വളരെ പ്രയാസത്തിൽ മരണത്തിന് കീഴൊതുങ്ങാൻ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടുന്നില്ല, നിർവികാരനാണ്. സഹാബത്ത് ചോദിച്ചു, എന്താണ് കാരണം? ഹുവ ഫിന്നാർ, അവർ നരകത്തിലാണത്രേ. എന്റെ ഈ അവസാന നിമിഷം നരകത്തിലാകാൻ കാരണം? ഇത്രയും കാലം ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത വ്യക്തിയല്ലേ. നമ്മളൊക്കെ പറയാറുണ്ട്, പല ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്, അവരൊക്കെ ഇത്രയും കാലം അള്ളാഹിന്റെ ദീനിന് വേണ്ടി പടപൊരുതിയവരല്ലേ, രാവും പകലും ഇടതടവില്ലാതെ കഷ്ടപ്പെട്ടവരല്ലേ, ഒരുപാട് പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളല്ലേ. എന്തേ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? ഒന്നുമല്ല പറ്റിപ്പോയത്, ആദർശത്തിന്റെ ശുദ്ധി അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആദർശബോധത്തോടു കൂടി വളർത്തണം. ആദർശബോധത്തോടു കൂടി വളർത്തിയില്ലെങ്കിൽ മക്കൾ പല സൗകര്യങ്ങൾക്കും വേണ്ടി ജീവിതത്തിൽ ആദർശം മാറ്റിവെക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വിശ്വാസികളായ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യുവാദൂന മൻ ഹാദല്ലാഹ വ റസൂല, അള്ളാഹിനോടും റസൂലിനോടും ആദർശത്തിനെതിരിൽ പ്രവർത്തിക്കുന്നവരുമായുള്ള സൗഹൃദ ബന്ധം, ഒരു സ്നേഹബന്ധം അവർ പുലർത്തൂല. ആദർശബോധമുള്ള ആളുകൾ ആദർശമുള്ളവരോടാണ് ബന്ധപ്പെടുക. അവരുടെ കുടുംബത്തെ കുറിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഔലിയായി മിനൽ മുഅ്മിനീൻ, വിശ്വാസികളാണ് എന്റെ കുടുംബം. എന്റെ കുടുംബം എന്ന് പറയുന്നത് വിശ്വാസികളാണ്, അല്ലാത്തവർ എന്റെ കുടുംബമല്ല. ആ കുടുംബത്തോട് വളരെ മനോഹരമായ ബാധ്യത നിർവഹിക്കേണ്ടതുണ്ട്. ആ ബാധ്യത നിർവഹിക്കുമ്പോൾ സ്വന്തം ബന്ധുക്കളാണെന്നോ ബാപ്പയാണെന്നോ ജ്യേഷ്ഠനാണെന്നോ, ഇപ്പൊ ആളുകളുടെ ആദർശമൊന്നും ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, ആണോ? അല്ല, പലരുടെയും ആദർശം എന്റെ മോൻ ഗൾഫിലാണ്, ഓന്റെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ഓൻ പറഞ്ഞ തൗഹീദ് അപ്പൻ്റെ അടുത്തുള്ളത് അല്ലേ. ബാപ്പ എനിക്ക് ചെലവിനേക്കുണ്ട്, ബാപ്പന്റെ പൈസ കൊണ്ടാണ് ഞാൻ ഇപ്പൊ കോളേജിൽ പഠിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പഠിക്കുന്ന ഖുർആനും ഹദീസും അല്ല ഇപ്പൊ ഞാൻ സ്വീകരിക്കുന്നത്, എന്റെ ബാപ്പാന്റെ ആഗ്രഹങ്ങളാണ്. ഇവിടെ ആദർശബോധം നഷ്ടപ്പെടുകയാണ്. അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്ന ഒരു ആദർശം, ഒരു മാണിക്യക്കല്ല് പോലുള്ള ഒരു ആദർശം കൊണ്ടു നടക്കേണ്ട ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ആളുകളെ സംബന്ധിച്ചും ഖുർആൻ എടുത്തങ്ങ് പറഞ്ഞു, നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും വിട്ട്, ആദർശത്തെ വിട്ട്, അള്ളാഹും റസൂലും പറഞ്ഞ ആദർശത്തിൽ നിന്ന് വഴിമാറി ആരെ സ്നേഹിക്കുന്നുവോ, ആരുമായി സൗഹൃദം പുലർത്തുന്നുവോ, ആർക്ക് വേണ്ടി നിങ്ങൾ ദീനി ആശയങ്ങൾ സമൂഹത്തോട് പറയുന്നുവോ, ഈ ആദർശം ഒലൗകാനു ആബാഹും ഔ അബ്നാഹും, മക്കളെ ആയിരുന്നാലും ഉപ്പമാരായിരുന്നാലും, ഔ ഇഖ്വാനുഹും അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാരായിരുന്നാലും, ഔ അശിറത്തുഹും അല്ലെങ്കിൽ അവരുടെ കുടുംബമായിരുന്നാലും, ആരൊക്കെയാണെങ്കിലും അള്ളാഹുക്കും റസൂലിനും എതിരിൽ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അവരുമായി സൗഹൃദ ബന്ധം പുലർത്തി പോകുന്നത് മുഹമ്മദെ നിനക്ക് കാണാൻ കഴിയില്ല. അത്തരം ആളുകളും മുഅ്മിനുകളല്ല. ഇപ്പൊ നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണല്ലോ മുസ്ലിങ്ങളുടെ തൗഹീദിന്റെ ആപ്തവാക്യം അല്ലേ. പക്ഷെ ഇപ്പൊ ആളുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മകനൂർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിയാപ്പള റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എളാപ്പ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്ത നാട്ടിലെ പണക്കാരൻ റസൂലുള്ളാഹ്. അവര് പറയുന്നത് എന്താണോ അതാണ് ദീന്. ഇത്തരം ആളുകൾ ആദർശ ബന്ധുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിർബന്ധമായി നമുക്കുണ്ടാവണം. അതാണ് അല്ലാഹ് പറഞ്ഞത്, കണ്ടെത്താൻ കഴിയൂല. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ കഴിയില്ല. ഇനിയോ അള്ളാല് മാത്രം വിശ്വാസം ശരിയായാൽ ശരിയാവില്ല. ചിലർക്കൊക്കെ അള്ളാല് ഭയങ്കര പേടിയാ. ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാ പടച്ചോനെ, അതുകൊണ്ട് ഞാൻ പള്ളിക്കൊക്കെ പോക്കില്ല, പടച്ചോനെ പേടിച്ചിട്ടേ. അതുകൊണ്ട് വലിയവുമില്ലാഹർ അതും വേണം. ചില ആളുകൾക്ക് അള്ളാനെ ഭയങ്കര പേടിയാ,
പക്ഷെ പരലോക വിശ്വാസം ഉണ്ടാവില്ല. അത് മുമ്പ് നമ്മളെ കോഴിക്കോട്ടൊരു ക്രിസ്ത്യൻ കോളേജ്, നിങ്ങളൊക്കെ അറിയണ്ടാവും, ക്രിസ്ത്യൻ കോളേജിൻ്റെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇതുപോലുള്ള. അപ്പോൾ വയനാട്ടിൽ നിന്ന് വന്ന ഒരച്ഛൻ ആ പ്രോഗ്രാം പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അച്ഛൻ ഇവിടെ വന്നിട്ട് കിഴക്കേ നടക്കാവിലാണ് വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ബസ് ഇറങ്ങുക. അപ്പോൾ ബസ് ഇറങ്ങിയപ്പോൾ ക്രിസ്ത്യൻ കോളേജിന് മുമ്പിൽ ഇറങ്ങിയപ്പോൾ അവിടെ ഇങ്ങനത്തെ പരിപാടിയുടെ സ്റ്റേജോ കറണ്ട് ലൈറ്റോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അച്ഛനും അതിനുണ്ടായിരുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ ഒന്ന് വാ, പിന്നെ മോനെ എവിടെയാണ് മോനെ ഇവിടെ ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ, അത് എവിടെയാണ് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം വരിക. അങ്ങനെ അച്ഛനെയും കൂട്ടി പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ എത്തിയപ്പോൾ ലൈറ്റൊക്കെ കണ്ടപ്പോൾ അച്ഛനക്ക് തോന്നി, ആവു നല്ല കുട്ടി, മോനെ വാ, എനിക്കൊരു ഉപദേശം തരാറുണ്ട്. അപ്പോൾ പറഞ്ഞോളി അച്ഛാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി ഞാൻ പറഞ്ഞു തരാൻ. അപ്പം ആ ചെക്കൻ പറഞ്ഞു, അച്ഛോ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ വയ്യ അറിയില്ല, എന്നിട്ട് ഇന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ. ഞാനൊരു ഉപകാരം ചെയ്തു, ആ ഉപകാരത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു, എന്നല്ലാതെ നിങ്ങൾ എനിക്കൊരു സ്വർഗം കാണിച്ചു, കാരണം നിങ്ങൾക്ക് വഴി അറിയില്ല. ഇതുപോലെ കുറെ ആളുകൾ ആദർശബോധത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. അവരൊക്കെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പല ആളുകളും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതുവരെ ഇഖ്റഉ സൂറത്ത് യാസീൻ, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരണസമയത്ത് യാസീൻ ഓതാമെന്ന് ഹദീസ് ലൈഫാണെങ്കിലും സനദ് ദുർബലമാണെങ്കിൽ പോലും അതിൽ നിന്ന് അത് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പൊ ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ വചനം ഖുർആനാണ്. അതുകൊണ്ട് മരിച്ച വീടുകളിൽ ആ ഖുർആൻ ഓതുന്നതിന് വിരോധമില്ല എന്ന് പറയുന്ന പ്രസംഗിക്കുന്ന തരത്തിലേക്ക് ആദർശനിഷ്ഠ നഷ്ടപ്പെട്ട ആളുകൾക്ക് പറയേണ്ടി വന്നു. ഈ സമൂഹത്തിന് ആദർശബോധമുള്ള ഒരു സമൂഹം, ഒരു തലമുറ വളർന്നു വരണം. അത് നമ്മളുടെ മക്കളെ നാം വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ വളർത്തിയില്ലെങ്കിൽ മക്കളോ മാതാപിതാക്കളോ കുടുംബങ്ങളോ സഹോദരങ്ങളോ പറയുന്ന ആദർശമല്ല സ്വീകരിക്കേണ്ടത്. അവർ അല്ലാഹുവിനും റസൂലിനും എതിരിൽ സംസാരിക്കുമ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള ഒരാദർശനിഷ്ഠ, ഒരു മാണിക്യക്കല്ല് പോലുള്ള ആദർശനിഷ്ഠ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഇവരുടെ മനസ്സിലാണ് അല്ലാഹു ഈമാൻ, ആദർശത്തെ, പടച്ചതമ്പുരാന്റെ വിശ്വാസത്തെ, പരലോക വിശ്വാസത്തെ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുന്നത് ഇത്തരം ആളുകളുടെ മനസ്സിലാണ്. അവരെ മാറ്റി നിർത്താൻ കഴിയണവരെ കുടുംബാംഗങ്ങളാണ്, ബന്ധുക്കളാണ്, ഓലൊക്കെ ജിന്നാണ്, അല്ലെങ്കിൽ ഓലൊക്കെ മടവൂരിയാണ്, ഓലൊക്കെ KNM ആണ്, ഓലൊക്കെ ജമാഅത്തുകാരാണ്, ഓലൊക്കെ തബ്ലീഗുകാരാണ്. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ കൂടെയല്ല വേണ്ടത്. പകരം നിങ്ങൾക്കൊരു ആദർശബോധം വേണം. അത് വിശുദ്ധ ഖുർആനിന്റെ സുന്നത്തിൽ നിന്നും സ്വീകരിച്ചതായിരിക്കണം. അങ്ങനെ സ്വീകരിച്ച ആളുകൾ കുടുംബത്തിന്റെയോ ബന്ധങ്ങളുടെയോ താല്പര്യത്തിന് വേണ്ടി ആദർശത്തെ പണയം വെച്ച് ജീവിക്കുകയില്ല. കാരണം അവരുടെ മനസ്സിൽ അല്ലാഹു തൗഹീദിന്റെ, ഈമാനിന്റെ ആവേശം, ആദർശം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. തീർന്നില്ല. അവരെ സംബന്ധിച്ച് വീണ്ടും അല്ലാഹു പറയുന്നു, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെയും അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ആദർശത്തെ അവർക്ക് വളരെ മനോഹരമായി മുന്നോട്ട് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞത്. അത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്, അവരാണ് അല്ലാഹുവിന്റെ പാർട്ടി. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അല്ലാഹുവിന്റെ പാർട്ടികളാണ് ഇഹപര വിജയം നേടിയെടുത്തവർ. അതുകൊണ്ട് ഇഹപര വിജയം നേടാൻ ആദർശത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായി നിങ്ങൾ സ്വീകരിക്കുക. ഇസ്ലാം അങ്ങനെയാണ് കുടുംബത്തെ കണ്ടത്. നിങ്ങൾക്കറിയാം, വഹദ് യുദ്ധത്തിൽ മഹാനായ അബൂ ഹുദൈഫയുടെ പിതാവ് തൗഹീദിന്റെ ശത്രുവാണ്. യുദ്ധത്തിന്റെ രണാങ്കണം ശക്തി കൊഴുത്തപ്പോൾ തീത്തുപ്പുന്ന മണലാരണ്യത്തിൽ സ്വന്തം പിതാവിന് നേരെ മഹാനായ അബൂ ഹുദൈഫ ഇരുതല മൂർച്ചയുള്ള വാളും ചുഴറ്റുന്നത്, ആ യുദ്ധത്തിന്റെ നേതൃത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, അബൂ ഹുദൈഫത്ത് പിതാവിനെ വധിക്കുന്നതിൽ നിന്ന് പിന്മാറണം, ആ ശ്രമത്തിൽ നിന്ന് പിന്മാറണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ആദർശ ശത്രു സ്വന്തം പിതാവാണെന്ന് നോക്കാതെ മഹാനായ അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു
അതിശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിച്ച് നമുക്കറിയാം, അഹ്ലുൽ ഖലീബിൽ ആ പൊട്ടൻ കിണറ്റിലുള്ള മയ്യത്തുകൾ എടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ വലമ്മ ഉൽഖിയ ഉത്ബ വാലിദ് അബീ ഹുദൈഫ അഹദു സാബിഖീന അൽ ഇസ്ലാം റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ, പടച്ചതമ്പുരാന്റെ ആ പിതാവിന് വേണ്ടിയുള്ള ശ്രമം അതിശക്തമായി തുടർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ തടയുകയും, പക്ഷേ അവസാനം അദ്ദേഹം യാത്ര ചോദിച്ചപ്പോൾ അദ്ദേഹം മാലിലെ വിറക്കുന്നത് പോലെ വിറക്കുകയാണ്. സ്വന്തം പിതാവിന്റെ കഴുത്തറ്റ ശരീരം പുറത്തേക്ക് എടുത്തു വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, ഈ കാരണത്താൽ ലഅല്ലക ദഖലക മിൻ ശൈനി അബീക ശൈ, ഉപ്പാന്റെ മരണത്തിൽ അബൂ ഹുദൈഫത്തെ നിന്റെ ഈമാനിന്, നിന്റെ ആദർശത്തിന് ചാഞ്ചല്യം സംഭവിച്ചുവോ? ബദറിന്റെ രണാങ്കണത്തിൽ ഉപ്പ പെടഞ്ഞു വീണ് മരിച്ച് ആ മയ്യത്ത് കഴുത്തു മുറിഞ്ഞ ശരീരം പുറത്തേക്ക് എടുത്തു വെച്ചപ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് വല്ല പ്രയാസവും ഉണ്ടായോ? ഫഖാല, അബൂ ഹുദൈഫത്ത് പറയുന്നു, ആദർശബോധമുള്ള മകൻ പറഞ്ഞത്, റസൂലുള്ളാഹിനോട് പറഞ്ഞത്, ലാ വല്ലാഹി വലാകിന്നി കുൻതു അരിഫു മിൻ അബി റയ്യൻ വഹിൽമൻ വഫളല, എൻ്റെ ഉപ്പാക്ക് നല്ല അറിവും നല്ല യോഗ്യതയും നല്ല കഴിവും ബുദ്ധിശക്തിയും ഒക്കെയുള്ള ആളാണ്. എൻ്റെ പിതാവ് മരണത്തിന് മുമ്പ് ഇസ്ലാമിലേക്ക്, ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക് വരുമെന്ന് കുൻതു അർജു അൻ യഹ്ദിയഹുല്ലാഹു ലിൽ ഇസ്ലാം, അല്ലാഹു അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് സന്മാർഗം നൽകുമെന്ന് ഞാൻ കൊതിച്ചുപോയി റസൂലേ. ഫലമ്മാ റഅയ്തു മാ മാത അലൈഹി അഹ്സനനി, ഈ അവസ്ഥയിൽ മരിച്ചത് കൊണ്ട് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നു. അത് മാത്രമേ ഉള്ളൂ റസൂലേ, എൻ്റെ പിതാവ് മരിച്ചതിലെല്ലാ സങ്കടം തൗഹീദ് ഇല്ലാണ്ട് മരിക്കേണ്ടി വന്നല്ലോ എന്ന വേദനയാണ്. ഒരു മകനാണ് ഇവിടെ പറയുന്നത്. ആ സമയത്ത് ഫദഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ, റസൂലുള്ള മകന് വേണ്ടി നന്മയുണ്ടാകാനും ആത്മാർത്ഥമായ ഈമാൻ നിലനിർത്താനും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഒരാൾക്ക് ആദർശബോധമുള്ള ഒരു കുടുംബത്തെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഖുർആൻ ഒരു ചിത്രം വരച്ചു. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനെ വിളിച്ച് പറയുന്നു, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, മഹാപാപമാണ് മകനെ. ശിർക്ക് അല്ലാഹ് പൊറുക്കപ്പെടാത്ത പാപമാണ്. അത് ജിന്നിനോടായിരുന്നാലും മലക്കിനോടായിരുന്നാലും സൂര്യനോടായിരുന്നാലും ചന്ദ്രനോടായിരുന്നാലും നക്ഷത്രങ്ങളോടായിരുന്നാലും മലകളോടായിരുന്നാലും മരങ്ങളോടായിരുന്നാലും പുഷ്പങ്ങളോടായിരുന്നാലും എലിയോടായിരുന്നാലും പശുവിനോടായിരുന്നാലും പാടില്ല. അതാണ് ആദർശം. അത് ഔലിയാക്കന്മാരാവാം, കുണ്ടോട്ടിത്തങ്ങളാവാം, അജ്മീറിലെ ഹോജാകാം, നാഗൂറിലെ ഹോജാകാം, ചിസ്തിയാകാം, പുഷ്ടിയാകാം, നാരിയാകാം, കീരിയാകാം, ആരായിക്കോട്ടെ, പാടില്ല. അത് മരുഭൂമിന്നാവാം, കൂരിട്ടത്താവാം, അള്ളാഹുവിനെ വിട്ടുള്ള യാതൊരു പരിപാടിയില്ല. പിന്നെ ആദർശബോധമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ആദർശബോധമുള്ള മക്കൾ നമുക്കുണ്ടായാൽ നമ്മൾ നാളെ പരലോകത്ത് നരകത്തിൽ കിടന്ന് പ്രയാസപ്പെടുന്ന സമയത്ത്, അതുപോലെ തന്നെ പരലോകത്ത് അങ്ങേയറ്റത്തെ പ്രയാസത്തിൽ കഴിയുന്ന സമയത്ത്, ഈ ആദർശബോധമുള്ള സാലിഹായ മക്കൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയോലോ, നാട്ടുകാർക്ക് കഞ്ഞി പാർന്നു കൊടുത്തോലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കക്കൂസ് ഉണ്ടാക്കി കൊടുത്തോലോ, കണ്ടു കുഴിച്ചു കൊടുത്തോലോ അല്ല സാലിഹികളായ മക്കൾ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന് വേണ്ടി നൂഹ് നബി പ്രാർത്ഥിച്ചു, പടച്ചോനെ ഇന്ന ഇബ്നി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. അല്ലാഹു പറഞ്ഞു, അല്ല, അവൻ ഇന്നഹു ഗൈറു സാലിഹ്, അവൻ സാലിഹല്ല. പറഞ്ഞത് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബീജത്തിൽ നിന്ന് പിറന്നവനല്ല, ആ അർത്ഥത്തിലല്ല. പകരം അവൻ ഗൈറു സാലിഹാണ്, സൽക്കർമ്മിയല്ല. അതുകൊണ്ട് സൽക്കർമ്മികളായ മക്കൾ ഉണ്ടാവണം. സൽക്കർമ്മികൾ എന്ന് പറഞ്ഞാൽ ആദർശത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. അതിനു വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ചെലവഴിക്കാൻ തയ്യാറുള്ളവർ. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളിലും നിഷ്കളങ്കത ഉണ്ടാകുക. ഇപ്പോൾ കുറേ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഖ്ലാസ് ഇല്ല, നിഷ്കളങ്കല്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക,
നിഷ്കളങ്കമാണോ? നിഷ്കളങ്കമല്ലെങ്കിൽ അള്ളാൻ്റെ അടുത്ത് അത് അവിടെ കൊണ്ടുവരില്ല. കാരണം ഹബ അൻ മൻസൂറായി പോകും, ചിതറിയ ധൂളി പോലെ പരലോകത്തുണ്ടാവില്ല. അപ്പോൾ ഒരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത വേണം. ആർക്ക് വേണ്ടി വേണം? ഇപ്പം നമ്മളൊരു പ്രവർത്തനം ചെയ്യാൻ ഇപ്പോൾ ജാമ്യയിൽ ഈ ചെയറൊക്കെ എടുത്തിരുന്ന കുറേ വളണ്ടിയേഴ്സ് ഉണ്ടെന്ന് സങ്കല്പിക്കുക, മുഖദ്ദറാണ്. അപ്പോൾ അങ്ങനെ സാങ്കല്പികമായി കുറേ വളണ്ടിയേഴ്സ്മാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഇവിടുത്തെ ഗുരുനാഥന്മാർ കാണുമ്പോൾ വിദ്യാർത്ഥികൾ കസേരയിടുന്ന അതിൽ വളരെ താല്പര്യം കാണിക്കുന്നു. അധ്യാപകന്മാരെ കണ്ട് പോയി കഴിഞ്ഞാൽ അത് വേണേൽ ഇരിക്കണോ ഇട്ടോട്ടെ അറിഞ്ഞാലോ, അപ്പോൾ ആർക്ക് വേണ്ടിയായി? അപ്പം നേരെ മറിച്ച് ഇവിടെ ഒരു മജ്ലിസ് ഒരുക്കുകയാണ്, അത് ഇൽമിന്റെ മജ്ലിസാണ്. അതുകൊണ്ട് ഇവിടെ എന്നെ കൊണ്ട് കഴിയുന്നൊരു കാര്യമാണത്. അത് പടച്ചവനെ എനിക്ക് കൂലി കിട്ടണമെന്ന ഇഖ്ലാസോടുകൂടി ചെയ്യണം, അപ്പോഴേ കൂലിയിട്ടുള്ളൂ. ഇപ്പൊ ഇതാ അവിടെ ഇല്ലാത്തത് ആളുകൾക്ക്. ആദർശത്തിന്റെ പവിത്രതയുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇഖ്ലാസ് എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രസംഗങ്ങൾ കേട്ട് സഹാബത്തിന്റെ വളരെ വേദനയേറിയ ചരിത്രങ്ങൾ കേട്ട് കണ്ണിൽ വെള്ളം നിറക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം കേട്ടിട്ടല്ല നിങ്ങളോട് കണ്ണിൽ കരയാൻ പറഞ്ഞത്. ഇബ്കി അലാ ഖതിയതിക, പാപം വന്നുപോയ പാപം ഓർത്തുകൊണ്ട് കരയാൻ ശീലിക്കുക. കരയേണ്ടത് ഞാൻ എൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. അത് നിഷ്കളങ്കമായ ഭാവമുള്ളവർക്കുണ്ടാകുന്നതാണ്. അങ്ങനെയുള്ള ആദർശബോധമുള്ള മക്കളെ നമുക്ക് ഭൂമുഖത്ത് ഒരുക്കി കൊടുത്ത് മരിക്കാൻ കഴിഞ്ഞാൽ ആ മയ്യത്തിന് ഖബറിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മയ്യത്തു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഅവ്വിസ്. ശിക്ഷയുടെ വേദനയേറിയ അവസ്ഥയിൽ രക്ഷ തേടുന്ന ഒരു മയ്യത്തിന്റെ അവസ്ഥ, അവൻ യൻതളിറൂന ദഅവതൻ, ഒരു പ്രാർത്ഥന പ്രതീക്ഷിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന ആ മയ്യത്തിന് ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന അവന്റെ വലതുൻ സാലിഹുൻ യദ്ഊല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സൽക്കർമ്മിയുടെ പ്രാർത്ഥനയാണെങ്കിൽ ഫൈദാ ലഹിഖതുഹു കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ, ആ പ്രാർത്ഥന ഖബറിലേക്ക് എത്തിയാൽ ഈ ദുനിയാവും ദുനിയാവുള്ള മുഴുവൻ വസ്തുക്കളും നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തായ പ്രാർത്ഥനയാണ് സാലിഹായ മക്കളുടെ പ്രാർത്ഥന. മാതാപിതാക്കൾ ഖബറിൽ കിടക്കുമ്പോൾ ഏത് മക്കളുടെ? എല്ലാ മക്കളുടെയും പ്രാർത്ഥനയ്ക്ക് ഈ നിലവാരമുണ്ടോ? ഇല്ല. ആദർശമുള്ള, അള്ളാഹുവിനെ സ്നേഹിച്ച, പ്രവാചകനെ സ്നേഹിച്ച, ദീനിന് വേണ്ടി ജീവിക്കുന്ന, പടച്ച തമ്പുരാന് വേണ്ടി സദാസമയവും തുറന്നു വെച്ച കണ്ണും കാതും കരളും, അതാണ് സാലിഹായ മക്കൾ. ആ നിലക്കായി മാറണം. എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. നിങ്ങൾക്കറിയാം, സഹാബ കിറാമുകളൊക്കെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരുന്നു. ഒരു യാത്രാവേളയിൽ ഒരു സ്ഥലത്ത് ഇരുന്നു. അദ്ദേഹം ഇരുന്നപ്പോൾ കൂട്ടാളികൾ ചോദിച്ചു, ഇരുന്ന് കരയുകയാണ്. ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്ത് അവസാനിച്ചു. നമ്മളുടെ യാത്ര അവസാനിക്കുകയാണ്. ഈ യാത്രയുടെ അവസാനം പോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ അവധിയും അവസാനിച്ചിരിക്കുന്നു. അതോർത്തപ്പോൾ കരഞ്ഞതാണ്. നമ്മളിവിടൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ആ യാത്ര ചെയ്ത് അവസാനിക്കുന്ന സമയത്ത് പടച്ചവനെ, ഇതുപോലുള്ള ഒരു യാത്ര അവസാനിക്കാൻ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ നെഫ്സിലുണ്ട് എന്നൊക്കെ നമ്മൾ കരയാറുണ്ടോ? ഇല്ലല്ലോ. പല സഹാബത്തും, ഒരു റൊട്ടിക്കടയിൽ കയറി ചെന്ന സഹാബി കരഞ്ഞപ്പോൾ പീഡിയക്കാരൻ പറഞ്ഞു, കരയണ്ട, ഞാൻ ഇപ്പം തരാം റൊട്ടിയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ റൊട്ടി വൈകിപ്പോയാലല്ല കരഞ്ഞത്, പകരം നിങ്ങളുടെ ഈ നെരിപ്പോടുണ്ടല്ലോ അത് കത്തുകയാണ്, ആ അടുപ്പ് കത്തുകയാണ്. തഫക്കർതു അന്നാറ, നരകത്തെക്കുറിച്ച് ഓർത്തു ഞാൻ ഈ സമയത്ത്. എത്ര ചിപ്സ് പൊരിക്കുന്ന കടയിൻ്റെ മുമ്പിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നമുക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നമ്മളാരെങ്കിലും നരകത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? ഇല്ല. ഈ നരകത്തെക്കുറിച്ച് ഓർക്കണം, പരലോകത്ത് ബോധമുണ്ടാവണം, സ്വർഗത്തിൽ കയറണമെന്ന ബോധമുള്ള ആദർശനിഷ്ഠയുള്ള മക്കളെ വളർത്തണം. അപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയോ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാകുക. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക അറിയോ? ഓരോരുത്തർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. ആർക്ക്? ചിലര് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നോക്കിയിട്ട് മുജാഹിദ് വിഭാഗം ആളുകളിൽ പലരും കുടുംബത്തിന് വേണ്ടിയിട്ട് ആദർശം ഒഴിവാക്കിയവരെടുത്തോലുമാണ് അധികം ആൾക്കാർ. കറക്റ്റായിട്ട് അതിൻ്റെ മെസ്സേജിൽ നിന്ന് ആദർശം എടുത്ത ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അല്ലേ?
നമ്മളുടെ ഈ ആദർശത്തിന് വേണ്ടി പടപൊരുതിയ സഹാബാ കിറാമുകൾക്ക് ശേഷം നമുക്കറിയാം കേരളത്തിൽ ഈ രാജ്യത്ത് ഏതെല്ലാം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ സംഘടനകൾ എല്ലാം വളവും വെള്ളവും വലിച്ചെടുത്തത് ഈ ഇസ്ലാഹി ആദർശ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം അവസാനത്തിന്റെ യാമങ്ങളിൽ എത്തി നിൽക്കുന്ന പലരും ഇന്ന് നമ്മുടെ നേതൃനിരയിലുണ്ട്. അവരുടെ തണലിലും അവരുടെ സമാധാനത്തിലും സന്തോഷത്തിലും നമുക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോലും കഴിയാറില്ല. ആ സമൂഹത്തിന് പടച്ചവനെ നീ ഈമാനും ഹിദായത്തും അവരുടെ അവസാനം ഹുസ്നുൽ ഖാത്തിമത്തും കൊടുക്കണേ, നല്ല പര്യവസാനം അവർക്ക് കൊടുക്കണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിക്കേണ്ട ആളുകൾ അവരുടെ നെഞ്ചിന്റെ കരളിന്റെ ഉള്ളു മാന്താൻ എന്ത് വഴിയുണ്ട് എന്ന് അന്വേഷിക്കുന്ന ഒരു ആദർശത്തിന്റെ ഇളം തലമുറകൾ രംഗത്ത് വന്നു. വേദനയാണ് അല്ലേ? നിങ്ങൾ ഏത് കുട്ടികളെ വിളിച്ച് ചോദിച്ചു, ആ കുട്ടികൾ ആദർശമുള്ളവരാണ്, നല്ലവരാണ് എന്ന് നമുക്ക് തോന്നുന്നു. അവരുമായി ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മുൻ തലമുറയിലെ കാരണവന്മാരായി കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ തൗഹീദി ആദർശ പ്രസ്ഥാനം, ഈ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാപ്പകലില്ലാതെ ഓടി നടന്ന് തളർന്ന് അവശരായ ആളുകളുടെ കരള് മാന്താൻ, അതാണ് ഇപ്പൊ പുതിയ ആദർശം. അവിടത്തേക്കാണ് നമ്മളുടെ മക്കൾ പോകുന്നത്. ആലോചിക്കുക. അവരാ മാന്താൻ വേണ്ടി വരുമ്പോൾ ചില ആളുകളൊക്കെ പറയും, ഈ പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ നശിപ്പിച്ച ആള് പടച്ചോനെ പറയുമ്പോൾ വേദന ഉണ്ട്, AP അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് AP അബ്ദുൽ ഖാദർ മൗലവിനെ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, കണ്ടിട്ടില്ല, ഇവരെല്ലാവരും പറഞ്ഞതാണ്. മനസ്സിലായി? ഇവരൊക്കെ പറഞ്ഞതാണ് ഇയാളാണ് ഇതൊക്കെ ചെയ്യുന്നത്. കണ്ടിട്ട് പോലും ഇല്ലാത്തൊരുത്തരത് പറയുന്നത്. അപ്പൊ ആർക്ക് വേണ്ടി? ആരോ സൗഹൃത്ത്, ഏതോ ഉപ്പ, ഏതോ അനുജൻ, ഏതോ കുടുംബം, ഏതോ അളിയൻ, ആരൊക്കെയോ എവിടൊക്കെയോ ആണ്. അതിന്റെ പിന്നാലെ ഓടരുത്. കാരണം നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു തആല ആദർശബോധമില്ലാതെ ജീവിച്ച കുറ്റവാളികളെ പരലോകത്ത് കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാം അവന്റെ മുമ്പിൽ അല്ലാഹു ഹാജരാക്കും. ഈ കുടുംബാംഗങ്ങളെ മുഴുവനും ഹാജരാക്കും. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമൈദിൻ ബിബനി വസാഹിബതിഹി വഅഖി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമിഅൻ സുമ്മ യുൻജി. അവന്റെ ആഗ്രഹം അതാണ്. അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോഴൊക്കെ ആരൊക്കെ ഉണ്ട് അറിയോ? എല്ലാവരും ഉണ്ട്. മക്കളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരനുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പോറ്റി വളർത്തിയ മാതാപിതാക്കളുണ്ട്. ഓരൊക്കെ അവന്റെ മുമ്പിലാണ് കാണിക്കും. അപ്പൊ അവനെന്താ ആഗ്രഹിക്കുന്നറിയോ? പടച്ചോന് ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പറഞ്ഞ ആളുകളെ മുഴുവനും പ്രായശ്ചിത്തമായി സ്വീകരിച്ചിട്ട് എന്നെ നീ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, സുമ്മയുഞ്ചി, ഞാൻ അവൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ആദർശത്തെ വളരെ കൃത്യമായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്താൻ ശീലിക്കുക കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആദർശമാണ് ഇസ്ലാമിന്റെ സന്ദേശമായി പ്രവാചകനും പണ്ഡിതന്മാരും സലഫുസാലിഹികളായ പണ്ഡിതന്മാരും പഠിപ്പിച്ച ആദർശം അവരുടെ മുമ്പിൽ ഉണ്ടാവണം. എന്താണ് ഒരാദർശം ഞാൻ പഠിപ്പിക്കട്ടെ. തൗഖീറു കബീറഹും, സമൂഹത്തിൽ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക എന്നൊരാദർശം യുവാക്കളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഇന്ന് യുവാക്കൾക്കൊക്കെ വലിയ പൈസയാണ്. യുവാക്കൾക്ക് നിലവാരില്ല. ബാപ്പാരെ ഉണ്ടോ? കാരണം ബാപ്പ ഒരു കൊല്ലം നയിച്ചാൽ കിട്ടുക 2 ലക്ഷം ഉറുപ്പ്യ, മോൻ ഒരു മാസം കിട്ടുന്നത് 4 ലക്ഷം ഉറുപ്പ്യ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? ബഹുമാനിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കണം കേട്ടോ. ഇസ്ലാമിന്റെ തൗഹീദി ആദർശം സ്വീകരിക്കുന്ന ആളുകൾ ഉയർന്നവരെ, വളർന്നവരെ, മുതിർന്നവരെ ബഹുമാനിക്കാൻ ശീലിക്കുക. അവരിലുള്ള പൈതങ്ങൾ, മക്കൾ, അവരോട് കാരുണ്യം കാണാൻ പഠിപ്പിക്കുക. അബലരും അശരണരുമായ ആളുകളോട് കാരുണ്യം കാണിക്കാൻ ശീലിക്കുക. അൻസിൽഹും മനാസിലഹും, സ്ഥാനങ്ങൾക്കനുസരിച്ച് ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കുക. ഇതൊക്കെ ആദർശ. ഓരോരുത്തരും ഇപ്പോൾ ചിലർ പറയുന്നവരോ, മുജാഹിദ് പ്രസ്ഥാനം സമ്മേളനം നടത്തും, കുറെ രാഷ്ട്രീയക്കാരെ കൊണ്ടുവരും, എന്നിട്ട് ഓലെ കണ്ടില്ലെങ്കിൽ പണ്ഡിതന്മാരൊക്കെ വെറുതെ ഒത്തിരിക്കുക. അപ്പോൾ ചില ആൾക്കാർ, കുട്ടികൾ കേട്ടോ, അതെന്നെ പറഞ്ഞ് അതൊക്കെ ബലി ക്ഷണിക്കുന്നതാ. അതെന്തിനാ അറിയോ? ഇതൊക്കെ ഇവിടെ നടന്നു പോകണമെങ്കിൽ എന്ത് വേണം? ഓലൊക്കെ വേണം, ഓല സ്ഥാനമാനങ്ങളൊക്കെ അംഗീകരിക്കണം.
കേട്ടോ. അതൊക്കെ ഇസ്ലാം നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. ആദർശം പഠിച്ചപ്പോൾ അതൊന്നും പഠിച്ചില്ല. അപ്പൊ മക്കളെ പഠിപ്പിക്കണം ഇതൊക്കെ സ്ഥാനങ്ങൾക്കനുസരിച്ച്. ശൈനിയും മുതിർന്ന ആളുകളുടെ അവർക്ക് മുന്തിയ പരിഗണന കൊടുത്ത് ശീലിക്കണം. മുന്തിയ പരിഗണന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനം അതൊക്കെയാണ് കേട്ടോ. ആദർശം നഷ്ടപ്പെട്ട കൂട്ടത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക. മുതിർന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പങ്കുചേരാൻ ശീലിക്കുക. ഇതൊക്കെ ഒരു ആദർശ വിശുദ്ധിയുള്ള ഒരു കുഞ്ഞിന് നാം നൽകേണ്ട ശിക്ഷണങ്ങളാണ്. ഇന്നതൊന്നുമില്ല ഉണ്ടോ? സ്വന്തം മാതാപിതാക്കളെ തന്നെ ഒന്ന് അംഗീകരിച്ചിട്ടിയ തർക്കമില്ലാനുള്ള വിചാരിക്കുന്ന നടക്കുന്ന കാലാപ്പം അല്ലേ? ഒന്നാമത്തെ കാരണം പണം തന്നെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇസ്ലാമിന്റെ ആദർശം കളങ്കപ്പെടുത്താത്ത രൂപത്തിൽ അത് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധം മക്കളെ വളർത്തുക. അങ്ങനെ വളർത്തിയാൽ നമ്മൾ ഖേദിക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ചില ഒരു ടീനേജ് പ്രായമുള്ള ആളുകളുണ്ടല്ലോ, അതോടുന്നാ തുടങ്ങിയ ടീനേജ് പ്രായം കുടുംബത്തിന്റെ 13, അതാണ് ടീൻ എന്ന് പറഞ്ഞത് അല്ലേ? പൊട്ടുകണ്ടില്ല 13, 14, 15, 16, 17, 18, 19, 20. ഇനി പൊട്ടൽ നിന്ന് 21 താൻ തുടങ്ങി. 20 വരെ ടീൻ തന്നെ പൊട്ടും കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് മെല്ലെ കുറയാൻ തുടങ്ങും. പിന്നെ 40 ഒക്കെ എത്തുമ്പോഴേക്കാണ് ഇത് ശരിയായി വരിക. ആ സമയമാകുമ്പോഴേക്കും അതുവരെ പൊട്ടിത്തെറിക്കുക കേട്ടോ. അത്തരം സന്ദർഭങ്ങളിലാണ് ആദർശം കൊണ്ട് ആ ടീൻ എന്ന പൊട്ട് നിർത്തണം. അത് ആദർശം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് ഫിസിക്സ് പഠിച്ചാലോ ബയോളജി പഠിച്ചാലോ സുവോളജി പഠിച്ചാലോ ബോട്ടണി പഠിച്ചാലോ കെമിസ്ട്രി പഠിച്ചാലോ ടീൻ എന്നാണ് പൊട്ടൽ നിൽക്കൂല. പൊട്ടൽ നിൽക്കണമെങ്കിൽ ധാർമ്മികമായ ആദർശ ബോധമുള്ള വിശുദ്ധ കുട്ടിയായി വളരണം. അങ്ങനെ വളർത്തണം. ഒരാദർശ ബോധമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് കേട്ടോ. അങ്ങനെ വന്നില്ലെങ്കിൽ അവസാനം ഞമ്മക്ക് 40-45 വയസ്സാവും. അപ്പൊ ഞമ്മക്ക് ഇങ്ങനെ ജരാനരകൾ ബാധിക്കാൻ തുടങ്ങും. പിന്നെ പോകാനായി എന്ന തോന്നൽ, ഒരു ദുഃഖം, ഒരു പ്രയാസം പിടികൂടാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ മക്കളോട് പറയാ, മോനെ നന്നാവണ്ടേ. അപ്പൊ മോന് നിങ്ങളൊക്കെ വയസ്സാവുമ്പോൾ നന്നായിക്കൊണ്ട്, നിങ്ങളിപ്പോൾ എന്നായത് നമുക്കറിയാം. നിങ്ങളിപ്പോൾ ഒരു വലിയ ആദർശം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഓനോട് പറഞ്ഞു, മോനെ ഉമറുല്ലാഹുവിനൊക്കെ എന്നേക്കാൾ മോശമായി, പക്ഷെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടാ പിന്നെ പോയത്. എല്ലാരെ കൊണ്ടും തെർലിയത്ത് ചെല്ലിച്ചു അല്ലേ, പ്രാർത്ഥിപ്പിച്ചു എല്ലാരെ കൊണ്ടും അല്ലേ, അങ്ങനല്ലേ പോയത് അല്ലേ? നല്ല മക്കളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വന്തം മോനെ വളർത്തിയ കോലം കണ്ടങ്ങൾ. അബ്ദുല്ലാഹിബ്നു ഉമർ അദ്ദേഹം ഒരു ചന്തയിൽ ഇങ്ങനെ ഒട്ടകത്തെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒരുപാട് ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ മനോഹരമായി ചന്തമുള്ള ആരോഗ്യമുള്ള നല്ല മാംസമുള്ളൊരു ഒട്ടകം അവിടെ കണ്ടു. അപ്പോൾ ധാരതാന്ന് വെച്ചാൽ പറഞ്ഞു അബ്ദുല്ലാഹിബ്നു ഉമറിനാണ്. ഉമറിൻ്റെ മോനെ അബ്ദുള്ളൻ്റെ ആയിരുന്നു. അപ്പോൾ ബാപ്പ മോനെ വിളിച്ചിട്ട്, മോനെ ഇവിടുന്ന് ഈ ഒട്ടകം ഇത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ വാങ്ങിയതപ്പ. ഓഹോ, നിർത്ത് വരുന്നത് എവിടെ? ഇനി ഇതുവരെ ബൈത്തുൽ മാലിൻ്റെ സ്ഥലത്ത് പുല്ല് മേയാൻ വിട്ടതേ. ഓഹോ, എന്നാലൊരു കാര്യം ചെയ്തുകൊണ്ട് വിറ്റിട്ട് എൻ്റെ പൈസ എടുക്കുക, ബാക്കി പൈസ ഇല്ലേ അതിവിടെ അടച്ചാൽ വേണ്ടി ബൈത്തുൽ മാലിൽ. നമ്മളെ മോനോടൊന്ന് പറഞ്ഞു നോക്കണം. തന്ത തരൂല്ല അല്ലേ, ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സമ്മതിക്കൂല്ല. പറയില്ലേ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന് സുബൈ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നപ്പോൾ അബൂലൂലത്ത് എന്ന് പറയുന്ന മജൂസി വിഷം പുരട്ടിയ കടാരം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പൊക്കിളിന് താഴെ കുത്തി കുടൽമാല പുറത്തേക്ക് വലിച്ചു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മകനോട് പറഞ്ഞു, മോനെ തലയിണയിൽ നിന്ന് തല ഇറക്കി വെക്കണം മോനെ, മയ്യത്താകാൻ പോകുന്ന എനിക്കെന്തിനാ? എത്ര മോശമായി ജീവിച്ച വ്യക്തിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അല്ലേ? എന്നിട്ട് അദ്ദേഹം ഇസ്ലാമിൻ്റെ ആദർശം തൗഹീദും പരലോക ബോധവും ഉണ്ടായപ്പോൾ വന്ന മാറ്റം കണ്ട നിങ്ങൾ ഇറക്കി വെക്കാൻ പറഞ്ഞു. മരിക്കുന്ന സമയത്ത് 86,000 ദിർഹം കടമുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉപ്പ മരിച്ചാൽ താമസിക്കുന്ന പുരയിടം വിറ്റ് കടം വീട്ടണം. അങ്ങനെ സംഭവിച്ചു. ദാറുൽ ഖലാ ചരിത്രം പരിശോധിച്ചാൽ കാണാം, കടം വിടാൻ വിറ്റ വീടായിരുന്നു അത്. ചരിത്രത്തിൻ്റെ സ്വർണ്ണത്താളുകളിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ വിളിച്ചു പറഞ്ഞു, വിറ്റു, കടം വീടി. അതിനിടയിൽ പലരും വന്നു, ബൈത്തുൽ മാലിന് വേണ്ടി എടുക്കാൻ നമുക്ക്, അങ്ങ് രാജ്യത്തിൻ്റെ പൊതു ഖജനാവും സമ്പാദിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയല്ലേ,
അങ്ങ് ഇസ്ലാമിൻ്റെ ആദർശപുത്രനല്ലേ? നമ്മളുടെ ബൈത്തുൽ മാലിന് പണം വീടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആദർശബോധമാണത് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ അന്ന് പരിപാടിക്ക് വന്നിട്ട് കാലൊടിഞ്ഞതാണ് ഇത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം അങ്ങനല്ല പറയാ, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളതൊക്കെയല്ലേ. ഇവിടെ അത് കിട്ടുന്നില്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരണത്തിൻ്റെ ആ സമയത്ത്, കുത്തേൽക്കുന്ന സമയത്ത് നമുക്കറിയാം ആ അബൂലൂലത്തിനെ പിടിച്ച 12ഓളം പേർക്കും കുത്തേറ്റിട്ടുണ്ട്. സുബൈൻ്റെ സമയത്ത് നിസ്കരിക്കാൻ വന്ന 12ഓളം ആളുകൾക്ക് വേറെയും കുത്തേറ്റിട്ടുണ്ട്. ആരും ബൈത്തുൽ മാലിന് പണത്തിന് വേണ്ടി ചോദിച്ചു വന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി മരണത്തിൻ്റെ അവസാന സമയത്ത് തന്നെ ഇത്രമാത്രം ആദർശത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് എനിക്കൊരു മയ്യത്തിൻ്റെ ഇടം വേണം, ഖബറിനൊരു ഇടം വേണം എന്ന് ആഗ്രഹിച്ചു. അവിടെ തൊട്ടടുത്ത് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ ഖബറാണ്. അതിന്റെ തൊട്ടടുത്ത് മറമാടാൻ വേണ്ടി ഖബർ കുഴിച്ചിട്ടിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹാക്ക് വേണ്ടിയാണ്. മകൻ അബ്ദുള്ളയോട് പറയുന്നു, ഉപ്പ മോനെ ഒന്ന് നീ പോയിട്ട് ആയിഷ ബീവിയോട് പറയണം, ഉപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് മയ്യത്ത് മറമാടാൻ, ഒന്ന് ചോദിച്ചു നോക്ക് സമ്മതമാണോ എന്ന്. അബ്ദുള്ള വന്ന് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റതിന്റെ കാരണത്താൽ ആ കരച്ചിൽ നിന്നിട്ടില്ല. അബ്ദുള്ള ചോദിച്ചു, ഉപ്പാക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സമ്മതിച്ചു എന്ന് പറഞ്ഞു. പിതാവിനോട് വിവരം പറഞ്ഞു. ആ പിതാവ് പറഞ്ഞു, മോനെ ഇപ്പോൾ ഞാൻ സ്വർണം വിളയുന്ന നാടിൻ്റെ ചെങ്കോല് പിടിക്കുന്ന ഭരണാധികാരിയാണ്, എനിക്കിപ്പോൾ ആ ഭരണാധികാരിയുടെ ആഗ്രഹമല്ല ആയിഷ സമ്മതിക്കേണ്ടത്, കൃത്യമായ ഉമറിൻ്റെ മരണം സംഭവിച്ച് മയ്യത്തിനൊരാഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സമ്മതമുണ്ടെങ്കിൽ മറമാടിയാൽ മതി. നീ അതിന് മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് എൻ്റെ മയ്യത്ത് തോളിലേറി ആയിഷ ബീവിൻ്റെ റൂമിൻ്റെ മുമ്പിൽ ചെന്ന് ഈ മയ്യത്ത് അവിടെ മറമാടട്ടെ എന്ന് ചോദിച്ചിട്ട് സമ്മതമാണെങ്കിൽ മയ്യത്ത് മറമാടിയാൽ മതി. എന്തൊരു നീതിബോധം നോക്കൂ നിങ്ങൾ, എന്തൊരു മാറ്റം. ആ മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ആദർശത്തിൽ നിന്ന് മാത്രമേ ആ മാറ്റം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ മക്കളെ ആദർശ ബോധത്തോടുകൂടി വളർത്തിയാൽ നമുക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. അല്ലെങ്കിൽ അവർ പ്രായമാകുമ്പോൾ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും. ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനനി വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ലാ വൈലക് ആമിൻ ഇന്ന വഅദല്ലാഹി ഹഖ് فيقول ما هذا إلا أساطير الأولين والذي قال لوالديه മാതാപിതാക്കളോട് പറയുന്നു, മാതാപിതാക്കൾ പറയുകയാണ്, ഉഫ്ഫിൽ ലകുമാ, എന്താണ് എന്ത് ആദർശം, എന്ത് ദീന്, എന്ത് ഇസ്ലാം, വെറും തകരാറാണ്. കണ്ടില്ലേ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ്? വളരില്ലെന്നെ ഞാൻ ഈ ദീനിലൊന്നുമില്ല, ഈ ആദർശത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞ് ചാടിക്കളിക്കുന്നു. വല്ലദീ ഖാല ലി വാലിദൈഹി ഉഫ്ഫിൽ ലകുമാ അതഇദാനനി, എന്നെ നിങ്ങൾ പേടിപ്പിക്കുക, മരണത്തിന് ശേഷം നിങ്ങളെ നോക്കിയാൽ ആദർശത്തിനനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, തലമുറ എത്ര കടന്നുപോയി. ആരെങ്കിലും മരിച്ചവരാരെയും തിരിച്ചു വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു അവിടെ സ്വർഗം ഉണ്ടെന്ന്, നിങ്ങളോട് പറഞ്ഞു അവിടെ നരകം ഉണ്ടെന്ന്. അപ്പൊ മാതാപിതാക്കൾ വൈലക്കാ മോനെ, നാശമാണ് നിന്റെ സംസാരം, വേദനിക്കുകയാണ് അവർക്ക്. ആമിൻ മോനെ, വിശ്വസിക്കും മോനെ, തൗഹീദിൽ നീ ഉൾക്കൊള്ളണം മോനെ. അപ്പൊ അവന്റെ മറുപടി, ഇതൊക്കെ അസാത്തിറുൽ അവ്വലീൻ, പൂർവികരായ ആളുകളുടെ ഇതിഹാസ കഥകളാണ്. ആരെയാണ് പേടിപ്പിക്കുന്നത് എന്ന് പറയുന്ന മക്കൾ. ആലോചിച്ച് നോക്കൂ. ആ ഒരു വേദനിക്കുന്നൊരവസ്ഥ നമുക്ക് മാതാപിതാക്കൾക്ക് ഇല്ലാതിരിക്കാൻ ആദർശബോധമുള്ള മക്കളെ വളർത്തുക. എൻ്റെ വിഷയം കുടുംബമാണ്, അതിന് ഭാര്യ വരണം, അറിയായിട്ടല്ല, സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ ശേഷം ഒരുപാട് പണ്ഡിതന്മാർ പ്രസംഗിക്കുവാനുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ അവസരം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പടച്ച തമ്പുരാൻ ആദർശബോധമുള്ള കുടുംബമായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഖബറിലെത്തുമ്പോൾ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് സന്തോഷം ലഭിക്കുന്ന മാതാപിതാക്കളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്ധ്യവയോധികരായ നമ്മുടെ പണ്ഡിത സമൂഹത്തിന് അള്ളാഹു ജീവിതത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെ പടച്ച തമ്പുരാൻ്റെ ഈമാനും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ പരലോകത്ത് കോടതിയിലെത്തുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.